സുൽത്താൻ സുലൈമാൻ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വിദഗ്ധനായിരുന്നു. അദ്ദേഹം മനോഹരമായൊരു പച്ച മരതകമോതിരം ഉണ്ടാക്കുകയായിരുന്നു. ആ സമയം സുലൈമാന് അലക്സാന്ദ്രയെ ഓർമ്മ വരുന്നു. ഇബ്രാഹിം വന്ന് ചോദിക്കുന്നു, അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ കുറച്ചു നേരം കൂടി ഇത് പണിയും, നീ പൊക്കോ. പോകാനായി തിരിഞ്ഞ ഇബ്രാഹിം വീണ്ടും മുന്നോട്ട് വന്ന് പറയുന്നു, നാളെയാണ് അങ്ങയുടെ ആദ്യ കൗൺസിൽ മീറ്റിംഗ്. അങ്ങെടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെപ്പറ്റി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ തീരുമാനങ്ങൾക്കായി ഈ ലോകം കാത്തിരിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇബ്രാഹിം ചിരിച്ചുകൊണ്ട് തലയാട്ടിയിട്ട് കുമ്പിട്ടിട്ട് ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം കൗൺസിൽ മീറ്റിങ്ങിന് പാഷമാരോടൊപ്പം കാഫറാഗയും എത്തിയിരുന്നു. അയാൾ സുലൈമാൻ വരുന്നത് കണ്ട് മറ്റ് പാഷമാരോട് പറയുന്നു, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അതേ നോട്ടം തന്നെ കിട്ടിയിട്ടുണ്ട്. സുൽത്താൻ സുലൈമാൻ ഖാൻ വന്ന് കൗൺസിൽ മീറ്റിംഗ് പ്രാർത്ഥനയോട് തുടങ്ങുന്നു. അള്ളാഹു രക്ഷിക്കട്ടെ. ഈ സിംഹാസനവും കിരീടവും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും ഖുറാനും മുകളിലല്ല. ഓട്ടോമൻ സാമ്രാജ്യവും സുൽത്താൻ സുലൈമാനും എന്നും നീതിപരമായി തന്നെ പ്രവർത്തിക്കും. ഇബ്രാഹിം പുറത്തു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈജിപ്തിൽ വീടും കുടുംബവും നഷ്ടപ്പെട്ട 600 കുടുംബങ്ങൾക്കും കോമ്പൻസേഷൻ കൊടുക്കും. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഗ്രാൻഡ് അഡ്മിറൽ കാഫറാഗിയാണ് ഇതിന് ഉത്തരവാദിയെന്ന് തെളിഞ്ഞതിനാൽ അയാൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കും. ഇത് കേട്ട് കാഫറാഗ മാപ്പ് ചോദിച്ച് സുൽത്താൻ സുലൈമാൻ്റെ കാൽക്കൽ വീണ് കരയുന്നു. ഗാർഡ്സ് വന്ന് അയാളെ വലിച്ചുകൊണ്ട് പോകുന്നു. പുറത്തേക്കെത്തിയ കാഫറാഗ ഇബ്രാഹിമിനോടും രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് സുൽത്താൻ സുലൈമാൻ്റെ കൽപ്പനയാണ്, അനുസരിച്ചേ മതിയാവും, ഇബ്രാഹിം പറയുന്നു. വാലിദ സുൽത്താന ദായ ഹാത്തുമിനോട് പറയുന്നു, ഇവിടുത്തെ പെണ്ണുങ്ങളെ ട്രെയിൻ ചെയ്യാൻ നിങ്ങളാണ് നല്ലത്. ക്രിമിയയിൽ നിന്ന് വന്ന ആ വാശിക്കാരി പെൺകുട്ടി ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾ കുറച്ച് പെടപ്പ, പക്ഷേ അവൾ പെട്ടെന്ന് എല്ലാം പഠിച്ചെടുക്കുന്നു. നല്ല ബുദ്ധിയും കൗശലതയുമുണ്ട്. വാലിദ സുൽത്താന പറയുന്നു, നമുക്ക് ഇത്രയും കൗശലക്കാരികളെ വേണ്ട, നന്നായി പെരുമാറാൻ അറിയാവുന്നവരെ മതി. അവളെ നിലയ്ക്ക് നിർത്തണം. സുൽത്താൻ സുലൈമാൻ്റെ പെങ്ങൾ ഹദീജ സുൽത്താന ഇത് കേട്ട് പറയുന്നു, അവൾ വളരെ സുന്ദരിയാണ്, സൗന്ദര്യം ക്ഷണികമാണ്. ഞാൻ കുറേ സുന്ദരികളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് കളിമൺ കുടിലുകളിൽ താമസിക്കുന്നു, വാലിദ സുൽത്താന പറഞ്ഞു. സുംബുൽ വന്ന് പറയുന്നു, സുൽത്താൻ സുലൈമാൻ ഖാൻ ഗ്രാൻഡ് അഡ്മിറൽ കാഫറാഗിയെ തലവെട്ടിക്കൊല്ലാൻ വിധിച്ചു. എൻ്റെ മകൻ ശരിയായ കാര്യം മാത്രമേ ചെയ്യൂ. ഇന്ന് രാത്രി അവന് വേണ്ടി ഒരു ഗ്രാൻഡ് പാർട്ടി ഒരുക്കണം. ഏറ്റവും സുന്ദരികളായ പെണ്ണുങ്ങളെ അവന് വേണ്ടി ഒരുക്കി നിർത്തണം. പിന്നെ ഇബ്രാഹിമിനെ വിളിച്ചോ, രണ്ടുപേരും കൂടി തിരഞ്ഞെടുക്കൂ. ഇത് കേട്ട ഹദീജ സുൽത്താന വാലിദ സുൽത്താനയെ നോക്കുന്നു. നഗര ചത്തുരത്തിൽ രാജഭടന്മാർ സുൽത്താൻ്റെ പുതിയ ഉത്തരവ് അറിയിക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ 3000 സിൽവർ കോയിനുകളും 2000 രൂപ കൂലിയും വർദ്ധിപ്പിച്ചു. ഇത് കേട്ട ജനങ്ങൾ ബാദിഷ സുൽത്താൻ സുലൈമാൻ ഖാൻ നീണാൽ വാഴട്ടെ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. കൊട്ടാരത്തിലെ പാചകക്കാരൻ ഷെക്കേറാഗ അവിടെ ഒരു കടയിലിരുന്ന് സർബത്ത് കുടിക്കുകയായിരുന്നു. മാത്രാച്ചി എന്നൊരാൾ ഞൊണ്ടി ഞൊണ്ടി അവിടേക്ക് വരുന്നു. കൈക്കൂലി വാങ്ങിയതുകൊണ്ട് കാഫറാഗിയെ തലവെട്ടിക്കൊല്ലാൻ ഉത്തരവിട്ടതും ഭടന്മാർ വിളിച്ചു പറയുന്നത് ഇവർ കേൾക്കുന്നു. മാത്രാച്ചിക്ക് അത് കേട്ട് വലിയ സന്തോഷമായി. കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയ പാഷമാർ തമ്മിൽ സംസാരിക്കുന്നു. സുൽത്താൻ സുലൈമാൻ അദ്ദേഹത്തിൻ്റെ പിതാവിനേക്കാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നിഗാർ കാഫ ഹെറത്തിൽ സുൽത്താനെ സന്തോഷിപ്പിക്കാനായി കൊണ്ടുവന്ന പെണ്ണുങ്ങളെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. സുംബുലാഗയും ഇബ്രാഹിമും ഒരു ജനലിലൂടെ ഇത് നോക്കി നിൽക്കുന്നു. അലക്സാന്ദ്ര അവിടെ കളിച്ച് ചിരിച്ചു നിൽക്കുകയായിരുന്നു. അതേതാ ആ പെണ്ണ്? ഇബ്രാഹിം ചോദിച്ചു. അത് അലക്സാന്ദ്ര, അവളെ വിട്ടേക്ക്. ക്രിമിയയിൽ നിന്ന് കൊണ്ടുവന്നൊരു വട്ടുപിടിച്ച പെണ്ണ, സുംബുൽ പറഞ്ഞു. അവൾ ക്രിമിയയിൽ നിന്ന് വന്നതാണോ? അതെ, റുത്തേനിയൻ. അവിടുത്തെ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പ്രീസ്റ്റിൻ്റെ മകളാണ്. അത് കേട്ട് ഇബ്രാഹിം കൗതുകത്തോടെ അവളെ ഒന്നുകൂടി നോക്കി. എന്നിട്ട് ചോദിച്ചു, അവൾ ഓർത്തഡോക്സ് ആണോ? അതെ, ടഹാർ കൊള്ളക്കാർ അവളെ അവളുടെ ഗ്രാമത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്നതാണ്. അവർ അവളെ ക്രിമിയൻ പാലസിന് വിറ്റു. ക്രിമിയൻ പാലസ് അവളെ സുൽത്താൻ സുലൈമാനുള്ള സമ്മാനമായി ഇവിടേക്ക് വിട്ടു. ഇവിടെ വന്നപ്പോൾ കാണണമായിരുന്നു. വളരെ ധിക്കാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അവളെ ഇവിടുത്തെ മര്യാദകളൊക്കെ പഠിപ്പിച്ചു വരികയാണ്. ആ ക്രിമിയൻ ഗേളിനെ സുൽത്താൻ സുലൈമാന് വേണ്ടി ഒരുക്കൂ സുംബുൽ, ഇബ്രാഹിം പറഞ്ഞു. സുംബുൽ കവളത്ത് കൈവച്ചുകൊണ്ട് ഒട്ടും താല്പര്യമില്ലാതെ ചോദിച്ചു, അലക്സാന്ദ്രയെയോ? അതെ, ഇബ്രാഹിം പറഞ്ഞു. അവളുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയെയും കൂട്ടിക്കോ, മരിയയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെയും കുറച്ചു പേരെ കൂടി ഇബ്രാഹിം നിർദ്ദേശിക്കുന്നു. മാഹിദേവ്രാൻ സുൽത്താന സുൽത്താൻ സുലൈമാൻ്റെ മകനായ ഷേസാദ് മുസ്തഫയും കൊണ്ട് കൊട്ടാരത്തിൻ്റെ ഗാർഡനിലൂടെ നടക്കുന്നു. ഈ വലിയ കൊട്ടാരം എൻ്റേതാണോ വാലിദ? അതെ, മാഹിദേവ്രാൻ സുൽത്താന പറയുന്നു. ഇവിടെ എങ്ങനെ വഴിതെറ്റിപ്പോയാൽ എങ്ങനെ അമ്മ എന്നെ കണ്ടുപിടിക്കും? നിനക്ക് വഴിതെറ്റിപ്പോകാതെ ഞാൻ എന്നും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. രണ്ടുപേരും നോക്കി ചിരിക്കുന്നു. ഇതേ സമയം ഇബ്രാഹിം സുൽത്താൻ സുലൈമാനോട് പറയുന്നു, ഇന്ന് രാത്രി വാലിദ സുൽത്താന അങ്ങേക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ക്രിമിയയിൽ നിന്നും പുതിയതായി കൊണ്ടുവന്ന പെൺകുട്ടികളിൽ കുറച്ച് പേരെ ഇന്ന് രാത്രി അങ്ങയെ എൻ്റർടൈൻ ചെയ്യാനായി ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് അങ്ങയുടെ കൈകളിലേക്ക് മയങ്ങി വീണ ആ പെൺകുട്ടിയെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവളെ ക്രിമിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് കേട്ട് സുൽത്താൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ചോദിക്കുന്നു, നീ അവളോട് സംസാരിച്ചോ? അയ്യോ, എനിക്ക് അവളോട് സംസാരിക്കാൻ അനുവാദമില്ലെന്ന് എനിക്കറിയാം. സുംബുൽ പറഞ്ഞതാണ്. സുലൈമാൻ ചിരിക്കുന്നു. ഗേറ്റിൽ നിന്നിരുന്ന കാവൽക്കാരൻ വന്ന് പറയുന്നു, ഷേസാദ് മുസ്തഫയും മാഹിദേവ്രാൻ സുൽത്താനയും എത്തിയിട്ടുണ്ട്. അവർ വാലിദ സുൽത്താനയുടെ ചേംബറിലുണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം പാർഗളി. എനിക്ക് എൻ്റെ മകനെ കാണണമെന്ന് പറഞ്ഞ് സുൽത്താൻ സുലൈമാൻ പോകുന്നു. വാലിദ ഹഫ്സ സുൽത്താന മുസ്തഫയെ ഹഗ് ചെയ്തുകൊണ്ട് പറയുന്നു, മുസ്തഫ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. നീ എന്നെ ഓർത്തായിരുന്നോ? മുസ്തഫ പറയുന്നു, എനിക്ക് ബാബയെ കാണണം. എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ബാബ ഇപ്പോൾ തിരക്കായിരിക്കും. ഇപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ പോകാം, മാഹിദേവ്രാൻ സുൽത്താന പറയുന്നു. ഞാൻ ഉത്തരവിടുന്നു. എന്നെ എൻ്റെ ബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇതെൻ്റെ കൊട്ടാരമാണ്. ഇത് കേട്ട വാലിദ സുൽത്താന ദേഷ്യത്തിൽ മാഹിദേവ്രാനോട് ചോദിക്കുന്നു, നീയാണോ ഈ 5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ പഠിപ്പിച്ചത്? എങ്ങനെ ധൈര്യം വന്നു നിനക്ക്? മാഹിദേവ്രാൻ തല കുനിച്ച് പറയുന്നു, എന്നോട് ക്ഷമിക്കണം സുൽത്താന. വാലിദ ഹഫ്സ സുൽത്താന മുസ്തഫയെ അടുത്ത് വിളിച്ച് പറയുന്നു, ഈ കൊട്ടാരത്തിന് ഒരാൾ മാത്രമാണ് അവകാശി, ബാദ്ഷാ സുൽത്താൻ സുലൈമാൻ ഖാൻ. ഇനി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഷേസാദ് മുസ്തഫ തലയാട്ടുന്നു. അലക്സാന്ദ്രയും മരിയയും ഒരുമിച്ചിരുന്ന് മുകളിലെ റൂമിൽ താമസിക്കുന്ന പെണ്ണുങ്ങളെ നോക്കുന്നു. അലക്സാന്ദ്ര പറയുന്നു, സുൽത്താൻ്റെ പ്രിയപ്പെട്ടവന്മാരുടെ ഡ്രസ്സ്, ജ്വല്ലറി എല്ലാം നോക്ക്. എന്ത് ഭംഗിയാ. അവർക്ക് നല്ല റൂംസ്, കിടക്കാൻ നല്ല സോഫ്റ്റ് ബെഡ്. നമ്മുടെ സ്ഥിതി നോക്ക്. ഒരു ദിവസം നമുക്കും അതൊക്കെ ഉണ്ടാവും, മരിയ പറയുന്നു. ആയിഷ വന്ന് അവരുടെ അടുത്തിരുന്ന് പറയുന്നു, സുൽത്താൻ്റെ ഫേവറേറ്റ് മാഹിദേവ്രാൻ സുൽത്താന വന്നിട്ടുണ്ട്. അവർ ഭയങ്കര സുന്ദരിയാണ്. ദായ ഹാത്തുമും സുംബുലും വന്ന് മരിയയെയും അലക്സാന്ദ്രയെയും പിന്നെ കുറച്ച് പെണ്ണുങ്ങളെയും വിളിക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ ഇന്ന് രാത്രി ഡാൻസ് ചെയ്ത് സുൽത്താനെ സന്തോഷിപ്പിക്കണം. സുൽത്താൻ സുലൈമാൻ വരുമ്പോൾ മാഹിദേവ്രാൻ സുൽത്താനയും ഷേസാദ് മുസ്തഫയും വാലിദ സുൽത്താനയുടെ ചേംബറിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു. മുസ്തഫ സുലൈമാനെ കണ്ടതും ഓടി അടുത്തു പോയി. സുലൈമാൻ അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. മാഹിദേവ്രാനെ കണ്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമുണ്ടായില്ല. അവൾ ചിരിച്ചുകൊണ്ട് അടുത്ത് വന്ന് സുലൈമാൻ്റെ കൈമുത്തി. എനിക്ക് ഇബ്രാഹിമിനെ കാണണം, മുസ്തഫ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചേംബറിൽ പോയി റെസ്റ്റ് എടുക്കൂ. ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ, ഇബ്രാഹിമിനെ പിന്നെ കാണാം. ഞാൻ വാലിദയെ കാണട്ടെ എന്ന് പറഞ്ഞ് സുലൈമാൻ അകത്തേക്ക് പോകുന്നു. മാഹിദേവ്രാൻ സുൽത്താൻ സുലൈമാൻ്റെ താല്പര്യമില്ലാത്ത മട്ട് കണ്ട് വിഷമത്തോടെ മുസ്തഫയെയും കൊണ്ട് പോകുന്നു. രാത്രിയിൽ മാഹിദേവ്രാൻ സുൽത്താന അവരുടെ സഹായി ഗുൽഷയോട് പറയുന്നു, മുസ്തഫയെ കൊണ്ടുപോയി ഉറക്ക്. ബാബ വരും, ഇബ്രാഹിം വരും, ഞാനിപ്പോൾ ഉറങ്ങില്ല, മുസ്തഫ ഒച്ച വെച്ച് പറഞ്ഞു. എനിക്ക് നല്ല തലവേദനയുണ്ട്, അവനെ കൊണ്ടുപോയി കിടത്ത്, മാഹിദേവ്രാൻ സുൽത്താന അസ്വസ്ഥതയോടെ ഗുൽഷയോട് പറഞ്ഞു. അവർ മുസ്തഫയെ ഒരുവിധം അവിടുന്ന് കൊണ്ടുപോകുന്നു. കൊട്ടാരത്തിലെ മറ്റൊരു സുൽത്താന ഗുൽഫാം അവിടേക്ക് കയറി വരുന്നു. മുസ്തഫ വലുതായിപ്പോയി, അവർ മാഹിദേവ്രാനോട് പറഞ്ഞു. അതേ എന്ന ഭാവത്തിൽ അവർ വിഷമത്തോടെ തലയാട്ടി. എന്തെങ്കിലും ആവശ്യമുണ്ടോ? മാഹിദേവ്രാൻ്റെ താല്പര്യമില്ലാത്ത മട്ടിലുള്ള പ്രതികരണം കണ്ട് ഗുൽഫാം ചോദിച്ചു. ഇല്ല. ഗുൽഫാം അവിടെ ഇരുന്നൊരു പോട്ടെടുത്ത് നോക്കുന്നു. അത് കണ്ട മാഹിദേവ്രാൻ അസ്വസ്ഥതയോട് പറയുന്നു, അതവിടെ തിരിച്ചു വെച്ചേക്ക്, പൊട്ടിക്കരുത്, വളരെ വില കൂടിയതാണ്. ഗുൽഫാം അതവിടെ തിരിച്ചു വെച്ചിട്ട് പറയുന്നു, ഇന്ന് നീ ഇവിടെ ഒറ്റയ്ക്കാണല്ലേ? സുൽത്താൻ സുലൈമാനു വേണ്ടി പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനായി ഗേൾസ് ഡാൻസും മ്യൂസിക്കൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യുക. ആരാണ് ഒരുക്കിയത്? മാഹിദേവ്രാൻ ചോദിച്ചു. വാലിദ സുൽത്താന. ഇത് കേട്ട അവർ ദുഃഖത്തോടെ തല താഴ്ത്തി. എന്നിട്ട് അവിടെ സാധനങ്ങൾ അടുക്കി വെച്ചിരുന്ന പെണ്ണുങ്ങളോട് ദേഷ്യത്തിൽ പറയുന്നു, എല്ലാം നിർത്തിപ്പൊക്കോ. അവർ അത് കേട്ട് പോകുന്നു. ഗുൽഫാം ചോദിക്കുന്നു, അപ്പോൾ വേറെ ആവശ്യമൊന്നും ഇല്ലല്ലോ? ഞാൻ വാലിദ സുൽത്താനയോട് പറഞ്ഞേക്കാം. എന്നിട്ട് അവർ പോകുന്നു. അതേസമയം തെരഞ്ഞെടുത്ത സ്ത്രീകൾ സുൽത്താന് മുന്നിൽ കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയും അതിനായി ഒരുങ്ങുകയും എല്ലാമായിരുന്നു. വാലിദ സുൽത്താന മാഹിദേവ്രാൻ സുൽത്താനയുടെ ചേംബറിലേക്ക് നേരിട്ട് വരുന്നു. നിന്റെ ചേംബർ വളരെ മനോഹരമായിട്ടുണ്ട്. മാഹിദേവ്രാൻ അത് കേട്ട് വിഷമത്തോടെ തല താഴ്ത്തി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഹിദേവ്രാൻ? അവർ എന്തെങ്കിലും പറയും മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സെർവൻസിനെ പുറത്തേക്ക് വിടുന്നു. ഇന്നിവിടെ പാലസിൽ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാണ്. എന്നാൽ സുലൈമാൻ അവിടെ മറ്റു പെണ്ണുങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു, മാഹിദേവ്രാൻ പറഞ്ഞു. എൻ്റെ മകന് അതിന് നിന്റെ അനുവാദം ചോദിക്കണോ? മാഹിദേവ്രാൻ ഒന്നും പറഞ്ഞില്ല. തല കുനിച്ച് വിഷമത്തോടെ നിന്ന മാഹിദേവ്രാനോട് അവർ പറയുന്നു,
നീയാണ് സുൽത്താൻ സുലൈമാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ അമ്മ. ഇതുപോലെ ബിഹേവ് ചെയ്ത് അതൊന്നും ഇല്ലാതാക്കരുത്. ക്ഷമിക്കണം വാലിദ. സാരമില്ല എന്ന് പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുന്നു. രാത്രി പാർട്ടിക്ക് സുലൈമാനോടൊപ്പം ഇബ്രാഹിമും എത്തിയിരുന്നു. നിഗാർ കാഫയും സുംബുറും തെരഞ്ഞെടുത്ത പെൺകുട്ടികളെ ഒരുക്കി നൃത്തത്തിനായി അവിടെ എത്തിച്ചിരുന്നു. എങ്ങനെയും സുൽത്താൻ സുലൈമാനെ വശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അലക്സാന്ദ്ര അവിടെ എത്തിയിരുന്നത്. അലക്സാന്ദ്ര അടക്കമുള്ള പെണ്ണുങ്ങൾ സുൽത്താൻ സുലൈമാന് മുന്നിൽ ഡാൻസ് കളിക്കുന്നു. അലക്സാന്ദ്ര എങ്ങനെയും സുലൈമാൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്തു വന്ന സ്റ്റെപ്സ് തീർന്നിട്ടും അവൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഡാൻസ് തുടരുന്നു. ഇബ്രാഹിമും നിഗാർ കാഫയും അവിടെ ഉണ്ടായിരുന്നു. അവരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. അലക്സാന്ദ്രയുടെ പ്രവൃത്തികൾ സുലൈമാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സുലൈമാൻ അയാളുടെ കയ്യിലിരുന്ന പർപ്പിൾ ഹാങ്കർചീഫ് അവൾക്ക് നേരെ എറിഞ്ഞു കൊടുക്കുന്നു. തിരികെ പോകും വഴി നിഗാർ കാഫ പറയുന്നു, ഈ പർപ്പിൾ ടവൽ സുൽത്താൻ്റെ കിടപ്പറയിലേക്കുള്ള ക്ഷണമാണ്. ഗോൾഡൻ പാത്തിലൂടെ അവർക്ക് സുൽത്താൻ്റെ റൂമിലേക്ക് എത്താനാവും. പിന്നെ സുൽത്താനെ വശീകരിക്കാനായി നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അത്തരം പ്രവൃത്തികൾ നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. നിഗാർ പോയി കഴിഞ്ഞപ്പോൾ മരിയ ചോദിക്കുന്നു, അലക്സാന്ദ്ര, നീ സുൽത്താനെ വശീകരിച്ചല്ലേ? നീ ഒരു മന്ത്രവാദിനി തന്നെ. നിനക്ക് എന്നോട് അസൂയാണോ? അവൾ തിരിച്ചു ചോദിച്ചു. മരിയ ഒന്നും മിണ്ടിയില്ല. വാലിദ സുൽത്താന ദായ ഹാത്തുമിനോട് ഇന്നലത്തെ പാർട്ടിയെക്കുറിച്ച് ചോദിക്കുന്നു. എൻ്റെ മകൻ ഞാനൊരുക്കിയ പാർട്ടിയിൽ സന്തോഷവാനായിരുന്നോ? അതെ, സുൽത്താൻ അലക്സാന്ദ്രയ്ക്കാണ് പർപ്പിൾ ഹാങ്കർചീഫ് കൊടുത്തത്. അവൾ സുൽത്താനെ മയക്കിക്കളഞ്ഞു. അവളിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചില്ല. അവൾ നല്ല കഴിവുള്ളവളാണ്, ദായ ഹാത്തും പറയുന്നു. അവളെ ഇന്ന് രാത്രി ഒരുക്കി സുലൈമാൻ്റെ മുറിയിലേക്ക് വിടണം. അവളിൽ നിന്നും യാതൊരു അനുസരണക്കേടുമില്ലാതെ നോക്കണം, വാലിദ സുൽത്താന പറഞ്ഞു. ഇവരുടെ ഈ സംസാരം മാഹി ദേവ്രാൻ സുൽത്താന പുറത്തുനിന്ന് കേൾക്കുന്നു. അലക്സാന്ദ്ര സുൽത്താൻ സുലൈമാൻ കൊടുത്ത പർപ്പിൾ ഹാങ്കർചീഫ് നോക്കിയിരിക്കുകയായിരുന്നു. മാഹി ദേവ്രാൻ സുൽത്താനയുടെ അടുത്ത സഹായിയായ ഗുൽഷ അവിടേക്ക് വന്നിട്ട് അവളെ വിളിക്കുന്നു. ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കിടന്ന സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിൽ പിറക്കിയിടാൻ പറയുന്നു. അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാഹി ദേവ്രാൻ സുൽത്താന അവിടേക്ക് വരുന്നു. അവരെ കണ്ടതും അലക്സാന്ദ്ര എഴുന്നേറ്റ് ബഹുമാനത്തോടെ തലകുമ്പിട്ട് നിൽക്കുന്നു. മാഹി ദേവ്രാൻ അവളെ അടിമുടി സൂക്ഷിച്ചു നോക്കിയ ശേഷം പൊക്കോളാൻ പറയുന്നു. പോകുമ്പോൾ അതാരാണെന്ന് അലക്സാന്ദ്ര ഗുൽഷയോട് ചോദിക്കുന്നു. അതാണ് സുൽത്താൻ സുലൈമാൻ്റെ ഭാര്യ, മാഹി ദേവ്രാൻ സുൽത്താന. അത് കേട്ട അവൾ അവരെ തിരിഞ്ഞു നോക്കുന്നു. കാഫർ ആഗിയുടെ വധശിക്ഷ നടപ്പാക്കാനായി ഗാർഡ്സ് അയാളെ കൊണ്ടുവരുന്നു. ഇബ്രാഹിമും കുറച്ച് പാഷമാരും അവിടെ ഉണ്ടായിരുന്നു. മാത്രാച്ചി എന്നൊരാൾ ആരും കാണാതെ മതിലിന് മുകളിലിരുന്ന് ഇതൊക്കെ നോക്കി വരച്ചെടുക്കുന്നുണ്ടായിരുന്നു. സുൽത്താൻ സുലൈമാനും പീരി പാഷയും ദൂരെ നിന്ന് ഇത് വീക്ഷിച്ചിരുന്നു. ശിക്ഷ നടപ്പാക്കിയ ശേഷം എല്ലാവരും പോകുമ്പോൾ വെനിറ്റേറിയൻ അംബാസഡർ തോമസോ മാർസിഗോ കൊട്ടാരത്തിലേക്ക് വരുന്നു. വെനിറ്റേറിയൻ അംബാസഡർ തോമസോ മാർസിഗോ സുൽത്താൻ സുലൈമാനെ കാണാനെത്തുന്നു. സുലൈമാൻ്റെ ഡോർ കീപ്പറും സഹായിയുമായ ഇബ്രാഹിം അയാളെ പരിശോധിക്കുന്നു. അയാളുടെ തലയിൽ വെച്ചിരുന്ന തൊപ്പി നോക്കി പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നു, നീ ആയുധങ്ങളുമായാണോ വന്നത്? എന്നിട്ട് തൊപ്പി മാറ്റാൻ ആംഗ്യം കാണിക്കുന്നു. അയാൾ അത് മാറ്റി കൂടെ വന്ന ആളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ദ റിപ്പബ്ലിക് ഓഫ് വെനീസിൻ്റെ അംബാസഡർ തോമസ് മാർസിഗോ വന്നിട്ടുണ്ടെന്ന് ഇബ്രാഹിം സുൽത്താൻ സുലൈമാനെ അറിയിക്കുന്നു. കാവൽക്കാർ അയാളെ രണ്ട് കൈകളിലും പിടിച്ച് ബലമായി അകത്തേക്ക് കൊണ്ടുവന്ന് മുട്ടുകുത്തി സുൽത്താന് മുന്നിലിരുത്തുന്നു. സുലൈമാൻ അയാളെ നോക്കുന്നില്ല. അയാളുടെ കയ്യിലിരുന്ന ലെറ്റർ ഇബ്രാഹിം വാങ്ങി ഗ്രാൻഡ് വിസിയർ പീരി പാഷയ്ക്ക് കൊടുക്കുന്നു. പീരി പാഷ ഇബ്രാഹിമിനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ രൂക്ഷമായി നോക്കുന്നു. എന്നിട്ട് വെനിറ്റിയൻ അംബാസഡറിനെ നോക്കി തലയാട്ടുന്നു. അയാൾ വെനിറ്റിയൻ ഭാഷയിൽ പറയുന്നു, ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ 10ാമത്തെ സുൽത്താൻ സുൽത്താൻ സുലൈമാൻ ഖാന് വെനീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. വെനീസും ഓട്ടോമൻ സാമ്രാജ്യവും തമ്മിൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധങ്ങളും അതുപോലെ തന്നെ സുഗമമായി മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ദ്വിഭാഷിയായ ആൾ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. സുൽത്താൻ സുലൈമാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ തെറ്റാതെ മുന്നോട്ട് പോകുന്നിടത്തോളം എല്ലാം പഴയതുപോലെ തന്നെ പോകും. അല്ലാത്ത പക്ഷം തിരിച്ചടികൾ നേരിടേണ്ടി വരും. ദ്വിഭാഷിയായി നിന്ന ആൾ സുൽത്താൻ സുലൈമാൻ അവരുടെ ആശംസകൾ സ്വീകരിച്ചു എന്ന് മാത്രം പറയുന്നു. ഇത് കേട്ട ഇബ്രാഹിം വെനിറ്റിയൻ ഭാഷയിൽ സുൽത്താൻ സുലൈമാൻ പറഞ്ഞത് മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പാഷമാർ ഇബ്രാഹിമിനെ രൂക്ഷമായി നോക്കി നിൽക്കുന്നു. വെനിറ്റിയൻ അംബാസഡർ പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ ഭാഷ നന്നായി സംസാരിക്കുന്നുണ്ട്. അതെൻ്റെ മാതൃഭാഷയാണ്, ഇബ്രാഹിം പറയുന്നു. സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു,
ചാൾസ് അഞ്ചാമനും ഫ്രാൻസിസും എന്നാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നത്? അവിടുത്തെ ഭരണാധികാരി ആരാവും? ഈ യുദ്ധത്തിൽ വെനീസ് ആരുടെ ഭാഗത്താവും നിൽക്കുക? ഇബ്രാഹിം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതുവരെയും സുൽത്താൻ പീരി പാഷയുടെ മുഖത്ത് നോക്കിയായിരുന്നു സംസാരിച്ചത്. എന്നാൽ ഇത് വെനിറ്റിയൻ അംബാസഡറുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. പീരി പാഷ അഹമ്മദ് പാഷയോട് പറയുന്നു, ഇതുവരെയും ഒരു സുൽത്താനും അംബാസഡർമാരോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇബ്രാഹിം ഇതിൽ ഇടപെട്ടതിലും അവർക്ക് നീരസമുണ്ടായിരുന്നു. മാഹിദേവരാൻ്റെ ചേംബറിൽ നിന്നും അലക്സാണ്ടർ തിരികെ മരിയയുടെ അടുത്തേക്ക് എത്തുന്നു. നീ എവിടെ പോയിരുന്നു? മരിയ ചോദിച്ചു. സുൽത്താൻ്റെ ഭാര്യയോടൊപ്പമായിരുന്നു. നിനക്ക് വട്ടുണ്ടോ? എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? അവർ നിന്നെ കൊന്നുകളയും. അലക്സാണ്ടർ തലയുയർത്തിപ്പിടിച്ച് പറയുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ സുൽത്താൻ്റെ ഭാര്യയല്ല, ഇനി ഞാനാകും അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഒരു രാത്രിക്ക് വേണ്ടി മാത്രമല്ല, 1001 രാത്രികൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. ഞാൻ സുൽത്താൻ സുലൈമാനെ എൻ്റെ അടിമയാക്കി മാറ്റും. അവൾ പറയുന്നത് ദായ ഹാത്തും മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നിന്റെ കാര്യം കഴിഞ്ഞു അലക്സ്, അവർ നിന്നെ കൊന്ന് കടലിലെറിയും. അവരാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നു. ദായ ഹാത്തും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നു. നീ എന്താ ഇതുവരെ കുളിക്കാൻ പോവാതിരുന്നത്? പെട്ടെന്ന് പോയി കുളിക്ക്, രാത്രിയാവാറായി. അവൾ അവളുടെ ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ പോകുന്നു. വെനിറ്റിയൻ അംബാസഡർ മാർക്കറ്റിൽ വന്ന് പുതിയ സുൽത്താനെക്കുറിച്ചുള്ള കച്ചവടക്കാരുടെ അഭിപ്രായം ചോദിക്കുന്നു. എല്ലാവർക്കും അദ്ദേഹത്തെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു. അയാൾ അറിഞ്ഞ കാര്യങ്ങൾ വെനിറ്റിയൻ കിങ്ങിനെ എഴുതി അറിയിക്കുന്നു. അലക്സാണ്ടർ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ദായ ഹാത്തും വാലിദ സുൽത്താനെ അറിയിക്കുന്നു. ദേഷ്യം വന്ന് അവർ മാഹിദേവരാനെ വിളിപ്പിക്കുന്നു. മരിയ അലക്സാന്ദ്രയെ മനോഹരമായി ഒരുക്കുന്നു. അവൾ അവളുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കുരിശെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അതെടുത്ത് ബെഡിൻ്റെ അടിയിൽ വയ്ക്കുന്നു. സുൽത്താൻ സുലൈമാനും അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു. സുംബുൽ അവളെ സുൽത്താൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പോകുന്ന വഴി സുംബുൽ അവളോട് പറയുന്നു, നീ നന്നായി പെരുമാറി സുൽത്താൻ്റെ ഇഷ്ടം പിടിച്ചെടുത്താൽ ഇന്നു മുതൽ നിന്റെ തലവര തന്നെ മാറും. അവർ സുൽത്താൻ്റെ ചേംബറിന് മുന്നിലെത്തിയപ്പോൾ മാഹിദേവരാൻ സുൽത്താൻ്റെ തോഴി ഗുൽഷ അവിടെ ഉണ്ടായിരുന്നു. അലക്സാന്ദ്രയെ പ്രതീക്ഷിച്ച് നിന്നിരുന്ന സുൽത്താൻ സുലൈമാൻ്റെ അടുത്തേക്ക് മാഹിദേവരാൻ കയറി ചെല്ലുന്നു. അങ്ങയുടെ വിനീതയായ പ്രജ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ സുലൈമാനെ കുമ്പിടുന്നു. പെട്ടെന്ന് സുലൈമാൻ്റെ മുഖവും മാറുന്നു.